ഹലോ, വെൽക്കം ടു ലൈഫ് ടൈം ജെംസ്. ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു കാലാവസ്ഥയിൽ വരുന്ന ഈ ജലദോഷത്തിനും തൊണ്ടവേദനയ്ക്കും ഒക്കെ പറ്റിയ നല്ല എരിവുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ചിക്കൻ സൂപ്പിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഞങ്ങളന്ന് ലുലു പോയപ്പം മിക്സഡ് വെജിറ്റബിൾസിൻ്റെ പാക്കറ്റ് കണ്ട 400 ഗ്രാമിൻ്റെ 2 എണ്ണം അങ്ങനെ വാങ്ങിച്ചതാണ്. ഞാൻ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കല്ലോ വിചാരിച്ചിട്ട് വാങ്ങിയതായിരുന്നു. അപ്പോഴാണ് ഈ സൂപ്പ് ഉണ്ടാക്കുമ്പം ഒന്നെടുത്ത് നോക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഇതിന്ന് ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ എടുത്ത് ഇതിലേക്ക് വേണ്ടിയിട്ട്. ഇതിൽ വരുന്നത് ക്യാരറ്റ് വരുന്നുണ്ട്, പിന്നെ സ്വീറ്റ് കോൺ, ബീൻസ്, ഗ്രീൻ പീസ്, ഇത്രയും വെജിറ്റബിൾസാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കുക്കർ എടുത്തിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ കുറച്ച് കറിയൊക്കെ വെച്ചേന്ന് കുറച്ച് മാറ്റി വെച്ചതാണ്. എല്ലില്ലാത്ത കുറച്ച് ചിക്കൻ എടുത്തിട്ട് കുക്കറിലേക്ക് ഇടാം. അതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞത്, പിന്നെ സവാളേൻ്റെ പകുതിയാണ് ഞാൻ എടുത്തത്, സവാള അരിഞ്ഞതും, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, 3-4 അല്ലി വെളുത്തുള്ളിയും, പിന്നെ ഒരു 3 ഗ്രാമ്പൂ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പും 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുക്കർ ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 4-5 വിസിൽ വരെ ആയിക്കോട്ടെ കേട്ടോ. ഈ ചിക്കനൊന്ന് നന്നായിട്ട് വെന്തിട്ട് അതിൻ്റെ സത്തൊക്കെ ഒന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ 4-5 വിസിൽ വെക്കുന്നത്. അപ്പോൾ ദാ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുമ്പോൾ ആ കുക്കറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് കലക്കിയിട്ട് അതുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ സ്റ്റോക്കിനെ നേരെ നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഈ വെജിറ്റബിൾസൊക്കെ ഒന്നായി വരുമ്പോഴേക്ക് നമ്മൾ എടുത്ത് വെച്ച ആ ചിക്കൻ ഒന്ന് നമുക്ക് പിച്ചിട്ട് കൊടുക്കാം ഇതേപോലെ. ഇനി ഇതിൽ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ പിച്ചി വെച്ച ചിക്കൻ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ ഓട്സ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഓട്സൊക്കെ ഒന്ന് വെന്ത് കുറുകി വരുമ്പോൾ നമുക്ക് അവസാനമായിട്ട് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ദേ നമ്മുടെ ചിക്കൻ ഓട്സ് സൂപ്പ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യണേ.